ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ യാമിനി കൺമണി മോളെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കല്യാണി വരികയാണ്. അപ്പോൾ കല്യാണി വരുന്ന കാണുമ്പോൾ യാമിനി പറയുന്നുണ്ട്, മോളെ ഇതാരായി വരുന്നത് നോക്കി, ആന്റി വരുന്നത് കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാണ്. അങ്ങനെ കല്യാണി കുഞ്ഞിന്റെ അരികിലേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലം വരെയും പോകുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി അവർ ചോദിക്കാണ് എവിടേക്കാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതുവിനെ ജയിലിലോട്ടാണ്, കുഞ്ഞിനെ മനോഹരനൊന്ന് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സരയു സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ എതിർപ്പൊന്നുമില്ല, ഞാൻ അവളോട് ചോദിച്ചായിരുന്നു, അവൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും എന്നാൽ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ചന്ദ്രസേനൻ എത്തുകയാണ്. അപ്പം ചന്ദ്രസേനോടും പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞാൻ മനോഹരനെ കാണിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. സരയു സമ്മതിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പോൾ സരയു സമ്മതിച്ചു, കൊണ്ടുപോക്കളാൻ പറഞ്ഞു. ഓ ആശ്വാസമായി എന്നിങ്ങനെ ചന്ദ്രസേനൻ പറയുകയാണ്. എന്തായാലും ഒരു അപ്പീൽ കൊടുത്തു നോക്കണം, അവൻ്റെ ശിക്ഷ പരമാവധി കുറയ്ക്കാൻ നോക്കണം എന്ന് പറയുന്നുണ്ട്. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനും അവളും തമ്മിലൊരു ജീവിതമായി കഴിഞ്ഞാൽ ഒരു സമാധാനമാകും, കുഞ്ഞുമായിട്ടൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരാം അച്ഛ എന്ന് പറഞ്ഞിട്ട് കല്യാണി കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അതേ സമയത്ത് പിന്നെ നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. അപ്പം പ്രകാശൻ അങ്ങനെ തളർന്നങ്ങനെ ഇരിക്കുന്നുണ്ട്, വെയിൽ സഹിക്കാൻ പറ്റാതെ. അപ്പോൾ അവിടേക്ക് മനോഹർ വരികയാണ്. അപ്പോൾ എന്താ ചൂടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ചൂട് ശക്തമാണ്, ഇപ്പോൾ കാലാവസ്ഥ ഒക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, മഴ എന്തായാലും കുത്തനെ പെയ്യും എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകാശൻ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ മോള് അറിയാലോ, ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ദീപയ്ക്ക് വിഷം കൊടുത്തത് കൊണ്ടാണ് കല്യാണിയുടെ ശബ്ദം പോയത്. അപ്പോൾ അതൊക്കെ അറിയാം മംഗളെ എന്ന് പറയുന്നുണ്ട്. അതെ, അതിനുശേഷം അവളെ ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം അവള് സ്വന്തമായി പാല് വിൽക്കാനൊക്കെ പോയി തുടങ്ങി. പാല് വിൽക്കുന്നത് അവൾ സ്വന്തമായി തന്നെ ഇത് തോണിയൊക്കെ തുഴഞ്ഞിട്ടാണ് പോയിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അവള് ആ തോണി മറിഞ്ഞിട്ട് അവൾ ചത്തുപോണേ എന്ന് ഞാനും എൻ്റെ അമ്മയും കൂടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മനോഹർ പറയാണ്, അല്ലടാ എൻ്റെ മകന് എൻ്റെ അമ്മ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രുചിയുള്ള ഭക്ഷണം, അതൊക്കെ തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ടാണ് അവൻ അത്രയും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പം അവനെ കൊണ്ട് ഒന്നിനും ഒരു ഉപകാരമില്ലാതെയായി. എൻ്റെ കല്യാണി മോൾക്ക് അവളെ അവന് വേണ്ടിയിട്ട് പടം വരച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ വീഴ്ത്തിയത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എത്രയൊക്കെ നല്ലത് ചെയ്തു കഴിഞ്ഞിട്ടും എൻ്റെ മകൻ അവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ ഇനി അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അവന് രാജയോഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷേ അവളെയും ചതിച്ചില്ലേ അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് വാർഡൻ വരികയാണ്. അപ്പോൾ വാർഡൻ വന്നിട്ട് പറയുന്നുണ്ട്, എടാ മനോഹര, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, എടാ നിന്റെ കുഞ്ഞ് നിന്നെ കാണാൻ വന്നിട്ടുണ്ടാവൂടാ, അവൻ ചെല്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണോ, ഇപ്പോൾ വരാങ്കിളേ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി മനോഹർ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ സമയത്തും പറയുകയാണ്, ഈ വാടൻ പറയുന്നുണ്ട്, എടാ നീ ജീവിതത്തിൽ നീയും അവനൊക്കെ ഒരുപോലെ തെറ്റ് ചെയ്തവനാണ്. അത് നീ ചെയ്തതിൽ ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നീ നിന്റെ മകനെ കൊന്ന് ഇവിടെ വന്ന് കിടന്നില്ലേ, അതാണ് നീ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. അവൻ്റെ സ്വന്തം അമ്മ മരിച്ചപ്പോൾ അവൻ പുറത്തേക്ക് പോയില്ല. അവൻ പോകാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് വരെ അവനെ കെട്ടിത്തൂക്കണമെന്ന് തോന്നിയിരുന്നു അവൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്നൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ അരികിലേക്ക് കല്യാണി കുഞ്ഞുമായിട്ട് വന്നിക്കാണ്. അപ്പോൾ മനോഹർ ചെല്ലുന്നുണ്ട്. അങ്ങനെ മനോഹർ കുഞ്ഞിനെ കണ്ട് ആ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ കൈ വെക്കുകയാണ്, കുഞ്ഞിക്കൈ. അപ്പോൾ അവനങ്ങനെ കൈ വെച്ചിട്ട് അപ്പോൾ അവർ ഇത് നോക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, ഇതുപോലെ കുഞ്ഞിനെ ഇടയ്ക്കൊന്ന് വന്ന് കാണിക്കണം കല്യാണി. ഇപ്പോൾ വാർഡൻ വന്ന് പറഞ്ഞപ്പോഴും കുഞ്ഞുമായി നീ വന്നതാണെന്ന് ഞാൻ അത്ര അങ്ങോട്ട് പ്രതീക്ഷ, നീ വരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ, കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അവളെ അറിയിക്കേണ്ട, കാരണം അവൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവൾക്ക് അതൊരു നാണക്കേടാകുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മനോഹര, നിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ നോക്കുന്നുണ്ട്. കിരണേട്ടൻ്റെ അച്ഛൻ അതൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സരയുനിപ്പോൾ നിന്നോട് ആദ്യത്തെ പോലെ ദേഷ്യമൊന്നുമില്ല. അപ്പോൾ സരയുമായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും സമാധാനമല്ലേ എന്നൊക്കെ ഇങ്ങനെ കല്യാണി
മനോഹറിനോട് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. കല്യാണിയെ പറ്റി തന്നെയാണ് ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ മനോഹറും പറയുകയാണ്. അങ്ങനെ കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം മനോഹർ കുഞ്ഞിനെ കണ്ട വിഷമത്തിൽ അങ്ങനെ അവിടെ ഇങ്ങനെ തലവെച്ചിട്ട് ആ ഗ്രില്ലുമ്മൽ കൈവച്ച് തലവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. സരയു ആണെങ്കിൽ ഓഫീസിൽ അവിടെ കിരൺ ഒരു ലവ് ഒക്കെ വരച്ചിട്ട് ഏരോ മാർക്കൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കിരൺ സരയു എന്ന് എഴുതി കളിക്കുകയാണ്. എന്നിട്ട് അത് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് കല്യാണി വന്നു. കല്യാണി വന്നപ്പോൾ വേഗം തന്നെ അതിൻ്റെ മുകളിൽ മറ്റൊരു ഫയൽ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് സരയു, ഞാൻ എന്തായാലും ജയിലിൽ പോയിരുന്നു, കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ, നിനക്ക് സന്തോഷം, എൻ്റെ കണ്ണിൽ നിന്ന് ചോരയാടി വരുന്നത്, ഇതിനുള്ള നിരക്ക് ഞാൻ പ്രതികാരം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അവനിപ്പം നല്ല മാറ്റമുണ്ട്, അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ജീവിച്ചാൽ അതിൽ പരം വലിയൊരു സന്തോഷം കിട്ടാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കല്യാണി അവിടെ നിന്ന് പോകുമ്പോൾ സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, അവള് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്താൽ അവൾ ന്യായം പറയാൻ നിൽക്കണം, അവൾക്ക് എന്തായാലും ഞാൻ പണി കൊടുക്കുമെന്ന് മനസ്സിൽ കരുതിയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയും വിക്രത്തിന്റെ കൂട്ടുകാരന്മാരെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരനാണ് വിക്രത്തിനെ കൊന്നതിന് പ്രതികാരം നിങ്ങൾക്ക് ചോദിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതികാരത്തിന് ഒരാൾ ഇറങ്ങിയതല്ലേ പയസ്. അപ്പോൾ ആ 2 ചെറുപ്പക്കാർ പറയുന്നുണ്ട് കേട്ടോ, ആ പയസിന്റെ ഗതി ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അവനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവനെ ആള് മാറി കുത്തിയത് എൻ്റെ അമ്മയെയാണെന്ന് പറയുന്നുണ്ട്. കല്യാണിയെ കുത്താൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ സ്വന്തം അമ്മയൊന്നുമല്ലല്ലോ എന്ന് അവരിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ സ്വന്തം അമ്മയല്ലേ എൻ്റെ വളർത്തമ്മ, എനിക്ക് അവരത്ര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഏറ്റെടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതെ, തൽക്കാലം നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടുള്ള കളിയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആരോടെ ഏറ്റുമുട്ടുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് പേടിത്തൊണ്ടന്മാരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സരയു അവരിങ്ങനെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയാൻ, അല്ല അതൊക്കെ പോട്ടെ, എന്തായാലും ഞങ്ങൾക്ക് തരാനുള്ളത് തന്നേ എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് തരാൻ എന്നിങ്ങനെ സരയു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, അല്ല നിങ്ങളിപ്പോൾ ഇതിൽ കല്യാണിയെ കൊന്നിട്ട് കല്യാണിയുടെ ഭർത്താവിനെ, അതായത് കിരണിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കളികളൊക്കെ കളിക്കുന്നത്, അവർക്കറിയില്ലല്ലോ നിങ്ങളുടെ ആണ് ഇതിൻ്റെ പുറകിലെന്ന്. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഞങ്ങൾ വിളിച്ചു പറയും, അവരോടൊക്കെ ചെന്ന് പറയും, ഞങ്ങളുടെ നാവിന് വെറുതെ പണി ഉണ്ടാക്കണ്ട, നിങ്ങൾ കുറച്ച് പൈസ തന്നേക്കെന്ന് പറയാണ്. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പയസിന് എന്തായാലും പൈസ ബാക്കി കൊടുത്തിട്ടില്ലല്ലോ, ആ പൈസ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ എന്നിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ കരുതിക്കോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതുപോലെ ഇടയ്ക്ക് ഞങ്ങൾ വിളിപ്പിക്കും, അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇതുപോലെ തന്നോളണം, ഇല്ലെങ്കിൽ നിങ്ങളാണ് ഇതിൻ്റെ പുറകിലെന്ന സത്യം ഞങ്ങൾ വെളിപ്പെടുത്തും എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സരയു പെട്ടുപോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി ഓഫീസിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.